തന്ത്രങ്ങളുടെ രാജാവ് പിണറായി വിജയൻ സ്വരാജിലൂടെ നിലമ്പൂരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? പ്രതീക്ഷിക്കാൻ ആർക്കാണ് കഴിയാത്തത്? കാരണം ജനമാണ് രാജാവ് എന്നുള്ള അത് തിരിച്ചറിയാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ആ 2016 ഇലക്ഷൻ വലിയ ഭൂരിപക്ഷം കിട്ടുകയും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഭരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. കാരണം ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച സുവർണ പദ്ധതികൾ പിന്നെ കൊണ്ടു നടന്നത് പിണറായി വിജയനാണ്. അതിലൂടെ മാത്രമല്ല 2021 അദ്ദേഹം തിരിച്ചു വന്നത്. അന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് തന്നെ ഈ കൊറോണ കിട്ടിയിരുന്നു. കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ, നമ്മളെ നാടും നഗരവും പൂട്ടിയിട്ട അവസ്ഥയിൽ, ജോലിയില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ സാധാരണക്കാർക്ക് അത്താണിയായി വന്നത് ദൈവദൂതനെ പോലെ പിണറായി വിജയൻ എന്നാണ് എല്ലാവരും കരുതിയത്. സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അരിയും സാധനവും എല്ലാം ഫ്രീ ആയി കൊടുത്ത് അത് 2 മാസത്തെ പെൻഷനും കൊടുത്ത് അദ്ദേഹം അവസാന നിമിഷം വോട്ട് നേടി വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആ സമയത്ത് സാധാരണക്കാർ കംപ്ലീറ്റ് പിണറായി വിജയന് വോട്ട് ചെയ്തു, CPM വോട്ട് ചെയ്തു. പിന്നെ RSSൻ്റെ 67 മണ്ഡലങ്ങളിൽ വോട്ടും കിട്ടിയപ്പം അവർ വിജയിച്ചു വന്നു. ആ തന്ത്രം ഒക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ സ്വരാജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വീണ്ടും LDF വരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് നിയമസഭയിൽ. ആ ആഗ്രഹം നിലമ്പൂരും പ്രതിഫലിക്കും, ഞാൻ തന്നെ ജയിക്കും. അതായത് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നമ്മുടെ തൃക്കാക്കരയും അതേപോലെ പുതുപ്പള്ളിയിലും പാലക്കാടും പിന്നെ നമ്മുടെ ചേലക്കരയും ഇവിടെ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചേലക്കരയിൽ CPM വിജയിച്ചെങ്കിലും അവർക്ക് 28,000 വോട്ട് പോയി കളഞ്ഞിരുന്നു. 12,000 വോട്ടിൻ്റെ അടുത്താണ് അവർ വിജയിച്ചത്. അപ്പം നിലമ്പൂരാകട്ടെ കഴിഞ്ഞ തവണ BJPയുടെ സഹായത്തോടു കൂടിയിട്ടാണ് PV അൻവർ ജയിച്ചത്. 2016 ഇലക്ഷന് 12,000 വോട്ട് കിട്ടിയിരുന്ന BJPക്ക് 2021 ഇലക്ഷന് 8,000 വോട്ടാണ് കിട്ടിയത്. അതായത് 3,500-4,000 വോട്ട് അൻവറിന് മറച്ചു കൊടുത്തുകൊണ്ടാണ് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തവണ പിണറായി വിജയൻ്റെ മുന്നിൽ തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഏകദേശം 15-20% ആളുകൾ, ലേറ്റസ്റ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം 15% മുതൽ 20% വോട്ട് മറിയും എന്നുള്ളതാണ്. ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മറിയും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 81,000 വോട്ടാണ് കിട്ടിയത്. 81,000-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 12,000-13,000 വോട്ടാണ്. ഈ 13,000 വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞാൽ 13,000 വോട്ട് അങ്ങോട്ട് കൂടുകയാണ് LDF UDFന്. അവിടെ വെച്ചാൽ BJP ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല താനും. അപ്പോൾ 13,000 വോട്ട് അങ്ങോട്ട് മറിയുകയും ഇപ്പം PV അൻവറിൻ്റെ വോട്ട് കിട്ടിയില്ല എന്നിരിക്കാം. ഏകദേശം എത്ര വോട്ടിന് LDF ജയിക്കും, അല്ലെങ്കിൽ UDF വിജയിക്കും? അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. സ്വരാജ് കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറയിൽ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് എല്ലാ കേരളം മുഴുവൻ ആഞ്ഞടിച്ച സമയത്ത് തൃപ്പൂണിത്തുറയിൽ തോൽക്കാൻ കാരണം എന്താ? സ്വരാജിനെ 1000-ഓളം വോട്ടിന് തോറ്റു എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ആഞ്ഞടിച്ച LDF തരംഗമായിരുന്നു. ആ തരംഗത്തിൽ തോറ്റുപോയ ഒരാളാണ് സ്വരാജ്, അതും തൃപ്പൂണിത്തുറയിൽ നിന്ന്. എന്താണ് തോൽക്കാൻ കാരണം? സ്വരാജിനെ അവിടെ VS അച്യുതാനന്ദൻ്റെ ആൾക്കാർ തോൽപ്പിക്കുകയാണ് ചെയ്തത്. CPMലെ VS പക്ഷത്തിൻ്റെ ആളുകൾ തോൽപ്പിച്ചു. എന്തിനാണ്? VS അച്യുതാനന്ദനെ ഇത്രയധികം അധിക്ഷേപിച്ചിട്ടുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിലെ സാധാരണ പട്ടിണി പാവങ്ങൾ പോലും, എതിർകക്ഷികളുടെ ആളുകൾ പോലും VS അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിനെ നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞ് പോസിറ്റീവായിട്ടാണ് കാണാറുള്ളത്. പിണറായി വിജയന് വേണ്ടി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചൊരു നേതാവാണ് ആര്? സ്വരാജ്. അങ്ങനെ ഒരാളവിടെ കൊണ്ടിട്ട് എന്തിനാണ്? ബലിയാടാവാനാണോ? ബലിയാടാവാനല്ലാതെ പിന്നെ എന്തിനാണ്? ഈ ഇലക്ഷനും തോറ്റു കഴിഞ്ഞാൽ സ്വരാജിൻ്റെ കാര്യം കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ തോറ്റു, അതിനുശേഷം ഇവിടെയും തോറ്റു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നത് റിയാസാണോ? അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഉത്തരം. ഞാൻ പറയാതെ തന്നെ താങ്കൾ അത് പറഞ്ഞത് വളരെ നന്നായി. കാരണം റിയാസിനെതിരെ ഏതൊക്കെ ആളുകളാണ് നാളെ കുഴപ്പക്കാരായി തടസ്സമായി നിൽക്കുന്നത്, അവരെയൊക്കെ വെട്ടിമാറ്റാൻ പറ്റുന്നത് ഏതൊക്കെ വഴിയിലാണെന്നുള്ളത് പിണറായി വിജയൻ പ്ലാൻ ചെയ്യും. നമുക്കറിയാം ശൈലജ ടീച്ചറുടെ കാര്യം. ശൈലജ ടീച്ചറെ രാജിവെപ്പിച്ച് ശൈലജ ടീച്ചറെ 62,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ ജയിച്ച ആളാണ്. ആരോഗ്യമന്ത്രി ആവേണ്ട ആളാണ്. അതിന് മുമ്പത്തെ ആരോഗ്യമന്ത്രി തിളങ്ങിയ ആളാണ്. അതിന് മുമ്പത്തെ മന്ത്രിസഭയിൽ ഏറ്റവും തിളങ്ങിയത് കൊണ്ടാണ് പിണറായി വിജയന് അടക്കം ഗുണം കിട്ടിയത്. ആ ആളെ വടകരയിൽ കൊണ്ടിട്ട് എന്തിനാ? അവർക്ക് ജനങ്ങളുടെ പിന്തുണയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു അവകാശവാദവുമായി ജനങ്ങളും പറയരുത്, പാർട്ടിയും പറയരുത് എന്നുള്ളതിന് വേണ്ടിയിട്ട് എന്തിന്? കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയായിരുന്നു.
അദ്ദേഹം നാളെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസിന് പകരമായിട്ട് വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ അദ്ദേഹത്തിനെ ഇലക്ഷൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പോൾ ആലത്തൂരിലെ ലോക്സഭ ആളാണ്, ലോക്സഭയിലെ MP ആണ്. അപ്പം അങ്ങനെ വെട്ടിമാറ്റുന്ന ലിസ്റ്റിൽ സ്വരാജും വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അവിടെ ഒരു വെല്ലുവിളിയുണ്ട്. ഏതാ വെല്ലുവിളി അറിയാമോ? നമ്മുടെ മാങ്കൂട്ടം വെല്ലുവിളിച്ചിട്ടുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്ക്. അപ്പോൾ ആ ധൈര്യം എന്തായാലും കാണിക്കാനെന്നുള്ള പേരിലാണെങ്കിലും പിണറായി വിജയൻ കൊണ്ടിട്ടിരിക്കുകയാണ് ഈ അരയെ. കാരണം അവിടെ നീയും തീരട്ടെ എന്നുള്ളതിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ മൊത്തത്തിലെ വോട്ട് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1,04,000-ഓളം മുസ്ലിം വോട്ടുണ്ട്, 1,02,000-ഓളം ഹിന്ദു വോട്ടുണ്ട്, 35,000-ഓളം ക്രിസ്ത്യൻ വോട്ടുണ്ട്. മലയോര പ്രദേശങ്ങൾ കംപ്ലീറ്റ് ജനങ്ങൾ ഭീതിയിലാണ്. എന്തുകൊണ്ടാണ്? മൃഗങ്ങളുടെ ശല്യം കാരണം. ആ പ്രദേശത്ത് വോട്ട് ഒറ്റക്കെട്ടായി UDF അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തായിരുന്നു? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ ചർച്ചയാവുന്നത് മുഴുവൻ ജനകീയ പ്രശ്നങ്ങളൊന്നുമല്ല, UDFൻ്റെ ഉള്ളിലെ തന്നെയുള്ള കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളാണ് ഇതിൽ മുഴുവൻ ചർച്ചയാവുന്നത്. അൻവറിൻ്റെ പ്രശ്നം, ജനകീയ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ ചർച്ചയാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതിൽ പ്രതിപക്ഷത്തിന് വലിയൊരു വീഴ്ച പറ്റിയിട്ടില്ലേ? പ്രതിപക്ഷ നേതാവിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതായത് അതിൽ നിലമ്പൂരിലെ PV അൻവർ ഒരു പ്രധാന ഘടകമായി നിന്നിരുന്നല്ലോ. നമുക്കറിയാം PV അൻവർ രാജിവെച്ചതുകൊണ്ടല്ലേ ഇലക്ഷൻ വന്നത്. PV അൻവർ എവിടുന്നാണ് രാജിവെച്ചത്? CPM എന്നാണ്. അപ്പോൾ CPMൻ്റെ ഒരാളായ അൻവർ രാജിവെച്ച് അദ്ദേഹം എങ്ങനെയെങ്കിലും UDFുമായി അടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. അവിടെ ജോയ് വരണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ആര്യടൻ ഷൗക്കത്തിനെ കൊണ്ടുവന്നത് നമ്മുടെ അൻവറിന് വലിയ തിരിച്ചടിയായിപ്പോയി. അപ്പോൾ അൻവർ ആ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ കലഹങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ വോട്ടടക്കം ഇങ്ങോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി UDF ഉണ്ടായിരിക്കും, ഒരു അലയൻസിനോട് കാത്തിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ടുള്ള നിലപാടും മറ്റുള്ള കാര്യങ്ങളും ഒരു ഘട്ടം വരെ അത് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ VD സതീശൻ പച്ചയ്ക്ക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ കാര്യം തിരുത്താതെ ഇങ്ങോട്ട് വരണ്ട. അത് അങ്ങനെ ഒരു കാര്യം തിരുത്തി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചാൽ നമുക്ക് ആലോചിക്കാം. ഒരാൾ സ്വയം ഞാനിതാ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് നിലവിളിക്കുമ്പം അയാൾ ഒരു MLA ആയിരുന്നല്ലോ, അവിടെ ജനങ്ങൾ ബന്ധമുള്ള ഒരാളാണോ, കുറച്ച് വോട്ടൊക്കെ അദ്ദേഹത്തിനുണ്ട്. മാക്സിമം പോയാൽ അദ്ദേഹത്തിന് എത്ര വോട്ടുണ്ടാവും? ഒരു 7,000 വോട്ട്. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കിട്ടാൻ പോലും ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം അദ്ദേഹത്തിന് കൂടുതലുള്ള ആൾക്കാർക്ക് പോലും അദ്ദേഹത്തെ കൊണ്ടടക്കാൻ പോലും. പക്ഷെ ഒരു 20,000-ഓളം വോട്ടെങ്കിലും അൻവർ പിടിച്ചാൽ വലിയ ക്ഷീണമാവില്ലേ ഷൗക്കത്തിന് 20,000 വോട്ട് പിടിച്ചാൽ ക്ഷീണമാവോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കും നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആർക്കാണ് വിജയം തോൽവി എന്ന് മനസ്സിലാക്കി നിസ്സാരക്കാരനല്ലല്ലോ അൻവർ. നിസ്സാരക്കാരനായി നമുക്ക് കാണാൻ പറ്റില്ല. ഏറനാട് ഇലക്ഷനിലടക്കം ഒറ്റയ്ക്ക് നിന്ന് വോട്ട് പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഏറനാട് ലീഗിൻ്റെ സെൻറ്ററായിരുന്നു. അതേപോലെ കഴിഞ്ഞ തവണ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ എങ്ങനെയാണ് അദ്ദേഹം വിജയിച്ചത്? 2016 ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തവണത്തെ 2016 12,000 വോട്ടിന് ജയിച്ച ആളാണ് ആര്? അൻവർ. ആ 12,000 വോട്ടിൽ നിന്ന് എങ്ങനെ 2,800 ചുരുങ്ങി, എങ്ങനെ വിജയിച്ചു? അപ്പോൾ അൻവറിന് നല്ല ശക്തിയായ സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ അത് കാണിക്കണേ. എന്തുകൊണ്ട് കാണിക്കാൻ പറ്റാതെ പോയി? 2,800 വോട്ടായി ചുരുങ്ങി. പ്രകാശന് അവിടെ തോറ്റത് 2,800 വോട്ടാണ് പ്രകാശ് തോറ്റത്. അങ്ങനെയുള്ള സ്ഥലത്ത് അൻവറിൻ്റെ നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ ഒരു ഭാഗത്തു നിന്ന് പിണറായി വിജയനെതിരെ യുദ്ധം ചെയ്തിട്ടാണ് ഇപ്പോൾ എത്തിയത്. അപ്പം പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇനി നീതി കിട്ടും എന്ന് കരുതുന്നുണ്ട്. കാരണം പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. പറഞ്ഞു കറിവേപ്പില പോലെ എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് ഞാൻ കറിവേപ്പിലയാണ്, അത് ഔഷധ ഗുണമുള്ള കറിവേപ്പിലയാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും ഔഷധ ഗുണമുള്ള കറിവേപ്പിലയാണ്, അത് കഴിഞ്ഞാൽ ചണ്ടിയാവുള്ളൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അപ്പം ഞാൻ ഔഷധമൂല്യമുള്ള ആളാണോ അല്ലെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അൻവർ കളിക്കുന്നത് പിണറായിയോടാണ്. അത് കളിക്കുന്നത് പിണറായി വിജയൻ്റെ സകല കള്ളത്തരും കയ്യിലുള്ളതുകൊണ്ടാണല്ലോ കളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പിണറായി അൻവറിനെ ഏറ്റുമുട്ടാൻ പോവാത്തത്. അൻവർ ഏറ്റുമുട്ടാൻ പോവാത്തത് എന്തുകൊണ്ട്? അൻവറിനോട് പിണറായി വിജയൻ്റെ സകല കള്ളത്തരും ആരെടുത്തുണ്ട്? അൻവറിൻ്റെ അടുത്തുണ്ട്. അപ്പം അൻവർ അത് കയ്യിലുള്ളതുകൊണ്ടാണ് സുരക്ഷിതനായി നിൽക്കുന്നത്. അല്ലെങ്കിൽ അൻവറിനെ തീർത്ത് കളയില്ലേ പിണറായി വിജയൻ?
കൂടെ നിന്ന് ചതിച്ച ഒരാളെ പിണറായി വിജയൻ ശരിക്കും ജീവനോടെ നിർത്തുമോ? പിണറായി വിജയൻ്റെ ചരിത്രം അതാണോ? പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനല്ലേ? ടി.പി. ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകളെ വെട്ടിക്കൊല്ലാൻ കഴിവുള്ള ആളെന്ന് പറയുമ്പം അത് പിണറായി വിജയൻ്റെ ജന്മനാനുള്ള സാധനമാണ് ഇങ്ങനെ കൊല്ലുക എന്ന് പറയുന്നത്, എതിരാളികളെ കൊല്ലുക. അപ്പം അൻവറിനെയും ഏതുവിധേനയും തീർക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ തീർക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇത് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം പുറത്തു വരുന്നുള്ള പേടി പിണറായിക്കുമുണ്ട്. അതുകൊണ്ടാണ് പിണറായി അധികം ഒന്നും ഇതാവാതെ ഉണ്ടായിരിക്കുന്നത്. എന്നാലും കറിവേപ്പില എന്നൊക്കെ പറഞ്ഞ് ചില പ്രയോഗങ്ങളൊക്കെ നടത്തി ഇതാവുന്നു. എന്തെങ്കിലും സീരിയസ് ആയ ഒരു അലിഗേഷൻ PV അൻവറിനോട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ കേസുകളുണ്ട് അയാളെ ഒതുക്കാൻ പറ്റുന്നത്? അതൊന്നും എടുത്തിട്ടുണ്ടോ? ഇപ്പം പിണറായി വിജയനെ പേടിയാണ് അൻവറിനെ. ആ സമയത്ത് പ്രതിപക്ഷത്തിന് പേടിക്കേണ്ട ഒരു ആവശ്യം എന്താ? അദ്ദേഹം പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്യേണ്ടതുണ്ടെങ്കിൽ പുറത്തുവിടുകയല്ലേ വേണ്ടത്. അപ്പം നമ്മൾ നിലമ്പൂർ ഇലക്ഷൻ കലങ്ങി മറിയുകയാണ് എന്ന് പറഞ്ഞാൽ സ്വരാജ് കൂടി വന്നതിന് പിന്നാലെ സ്വരാജ് കൂടി വന്നതോട് BJP വോട്ടുകൾ BJP ഇപ്പം നിലവിൽ ആരെയും നിർത്തുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. BDJS മത്സരിക്കുന്നതും ഉണ്ടാകും. അപ്പം BJP വോട്ടുകൾ സ്വരാജിലേക്ക് പോകും. അങ്ങനെ വരുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ലെങ്കിലും പക്ഷേ നിലമ്പൂരിലെ അവിടുത്തെ BJPക്കുള്ളിലുള്ള അന്തഃഛിദ്രങ്ങൾ അങ്ങനെയൊക്കെ വരുത്തിക്കാം. രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ചെയ്ത് വന്ന ശേഷം കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു ഇലക്ഷനിൽ തിരിച്ചടി അവിടെ BJPയുടെ വോട്ട് കുത്തനെ താഴേക്ക് പോയാൽ അത് ആർക്കാണ് തിരിച്ചടി കിട്ടുക? രാജീവ് ചന്ദ്രശേഖരനാണ്. നമുക്കറിയാം ഡൽഹി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ യശസ് വാനോളം ഉയർത്തി നിൽക്കുന്ന സമയമാണ് യുദ്ധത്തിന് ശേഷം. അത് കേരളത്തിലും എഫക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ നിലമ്പൂർ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ആളാണ്. K. സുരേന്ദ്രൻ പറയുന്ന പോലെയാണ് അദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായ രൂപത്തിൽ വോട്ട് കുറച്ച് ഏറ്റവും ദയനീയമായി തോൽവി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആർക്കാണ് തിരിച്ചടി കിട്ടുന്നത്? രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം അവിടെ വോട്ട് കുത്തനെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി മാറുന്നത്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ദോഷം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാവല്ലോ. BDJ സ്ഥാനാർത്ഥി 2016 മത്സരിച്ചാൽ 12,000 വോട്ട് കിട്ടിയില്ലേ? ഈ സമയത്ത് വളരെ കുത്തനെ കുറഞ്ഞു പോയാലോ? തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകങ്ങളാണ്. അവിടുത്തെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ മുന്നിലുള്ള കണക്കുകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ പിണറായി വിരുദ്ധ വോട്ട് പ്ലസ് BJP വിരുദ്ധ വോട്ടും രണ്ട് വിരുദ്ധ വോട്ടുണ്ട് ഇത്തവണ. അത് ദേശീയ നമ്മുടെ പാത റോഡ് വികസനത്തിലുണ്ടായിട്ടുള്ള വലിയ വിള്ളൽ, അതിലൂടെ ഉണ്ടായിട്ടുള്ള കേരളത്തിൽ കൊട്ടിഘോഷിക്കാൻ പോയിരുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയായി ആഘോഷിക്കാൻ പോയി പിണറായി വിജയനും അതേപോലെ BJPയും ഒരുമിച്ച് പ്ലാൻ ചെയ്തിരുന്ന ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നില്ലാതായതോട് കൂടിയിട്ട് അവർക്ക് 2 പേർക്കും വലിയ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കരുവന്നൂർ ബാങ്ക് വഴിയുള്ള 3 പ്രതികളാണ് മെയിനായിട്ടുള്ള K. രാധാകൃഷ്ണനും അതേപോലെ MM വർഗീസും അതേപോലെ K. രാധാകൃഷ്ണൻ. ഈ 3 പേർക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എത്രമാത്രം പിണറായി വിജയൻ പറഞ്ഞാലും അത് എത്രമാത്രം BJPക്ക് അവിടെ അനുകൂലമാകുന്നു ഇന്നത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല. കാരണം BJP അവിടെ ശക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് ഒരു അടി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന BJP നേതാക്കന്മാരാണ് നിലമ്പൂരുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും.